നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഏറെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്ന രാജ്യമാണ് ഖത്തർ. ഇതിന് കാരണമായി മാറിയത് ചില സംഭവ വികാസങ്ങളായിരുന്നു. എന്നാൽ കുറ്റം പറയുന്നതിന് മുന്നേ ഓർക്കുക, ലോകത്തിലെ തൊഴിൽ വിപണികളിൽ ഉയർന്ന സ്ഥാനവും നിലവാരവും പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ. മിക്ക രാജ്യങ്ങളിലെയും തൊഴിലാളികൾ തൊഴിൽ ചെയ്യാനെത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഖത്തർ. ഗൾഫ് നാടുകളിൽ ബ്ലൂ കോളർ വിഭാഗത്തിൽപ്പെടുന്നവർ ജോലിക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമില്ലാതെ തൊഴിൽ രംഗത്ത് സാധ്യത വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ വ്യാപാരികൾക്കും ഉന്നത ജോലിക്കും മാത്രമായിരിക്കുന്നു. എന്നാൽ ഖത്തർ അങ്ങനല്ല. വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നേടുന്ന രാജ്യം ഖത്തർ ആയിരിക്കുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഖത്തറിൽ ഇനിയും വികസനം വരും. വലിയ അവസരങ്ങളുടെ നാടായി ഖത്തർ മാറുകയാണ്. 2017 മുതൽ ഏറെ ഗുണപരമായ മാറ്റങ്ങളാണ് ഖത്തർ തൊഴിൽ നിയമരംഗത്ത് വരുത്തിയത്. വിദേശ തൊഴിലാളികൾക്ക് നേരത്തെയുണ്ടായിരുന്ന എക്സിറ്റ് പെർമിറ്റ് സിസ്റ്റം ഒഴിവാക്കിയത് കൊണ്ട് ഏത് സമയത്തും പോവാനും തിരികെ വരാനും സാധിക്കും. പഴയ സ്പോൺസർഷിപ്പ് സമ്പ്രദായം എടുത്തുകളഞ്ഞ് പുതിയ തൊഴിലിലേക്ക് മാറാനും തൊഴിലാളികൾക്ക് അനുമതി നൽകി. ഈ നിയമം വന്ന് ഒരൊറ്റ വർഷം കൊണ്ട് 2 ലക്ഷത്തിലധികം പേരാണ് തങ്ങളുടെ തൊഴിലിടങ്ങൾ മാറിയതെന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രേഖകൾ വ്യക്തമാക്കുന്നു. നിയമം പൂർണ്ണ അടിസ്ഥാനത്തിൽ തന്നെ നടപ്പാക്കാനുള്ള ഖത്തറിന്റെ പ്രതിബദ്ധതയാണ് ഇതുവഴി തെളിയുന്നത്. 2021 മാർച്ചിൽ കൊണ്ടുവന്ന മിനിമം വേതന നിയമം ദേശഭാഷാ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും മിനിമം വേതനം ലഭ്യമാക്കി. ജോലിയുടെ സ്വഭാവം നോക്കാതെ വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മിനിമം വേതനം ഉറപ്പാക്കാൻ ഈ നിയമം വഴി സാധിച്ചുവെന്നത് ഗൾഫ് മേഖലയിൽ തന്നെ മാതൃകയായി. ശമ്പളം നൽകുന്നത് ബാങ്ക് വഴിയാക്കുകയും കൃത്യസമയത്ത് ശമ്പളം ലഭ്യമാക്കിയില്ലെങ്കിൽ തൊഴിലുടമയ്ക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് വേജ് ടെഫ്റ്റ് എന്ന് ലോകം ചർച്ച ചെയ്യുന്ന വലിയ പ്രശ്നം ഖത്തറിൽ താരതമ്യേന കുറവാണ് എന്നതാണ് വസ്തുത. തൊഴിലാളികൾക്ക് തങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും ഓൺലൈൻ വഴി സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതിനു പുറമെ തൊഴിലാളിക്ക് വേണ്ടി മറ്റൊരാൾക്ക് പോലും പരാതി സമർപ്പിക്കാനും സാധിക്കും. ചൂടുകാലം പോലുള്ള പ്രതികൂല കാലാവസ്ഥയിൽ ജോലി ചെയ്യുമ്പോൾ കൃത്യമായ വിശ്രമ സമയവും തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും സാധിച്ചു. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ താരതമ്യേന കുറവായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപകടം സംഭവിച്ച കേസുകളിൽ കൃത്യമായ നഷ്ടപരിഹാരങ്ങളും നൽകിയിട്ടുണ്ട്. സൗജന്യ മെഡിക്കൽ ഫെസിലിറ്റി എല്ലാവർക്കും നൽകുന്ന രാജ്യമാണ് ഖത്തർ. ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങൾക്ക് വർഷങ്ങളോളം സൗജന്യ ചികിത്സയാണ് ലഭിക്കുന്നത്. കോവിഡ് കാലത്ത് സ്വദേശികൾക്കും താമസക്കാർക്കും യാതൊരു വിവേചനവും കാണിക്കാതെ നൽകിയ ചികിത്സയും കരുതലും ലോകം പഠിക്കേണ്ടതാണ്. ഇനി മുതൽ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി റെസിഡൻസ് പെർമിറ്റ് പുതുക്കുമ്പോൾ ഇൻഷുറൻസ് വേണമെന്ന നിബന്ധന കൊണ്ടുവന്നു. ഇത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഏറെ സഹായിക്കും. തൊഴിലാളികൾക്ക് തങ്ങളുടെ താമസരേഖകൾ ശരിയാക്കി ഖത്തറിൽ തന്നെ തുടരാനോ നാട്ടിലേക്ക് മടങ്ങിപ്പോയി പുതിയ വിസയിൽ വരാനോ സാധിക്കുന്നതിനായി ഒക്ടോബർ 2021 മുതൽ ഏപ്രിൽ 2022 വരെയുള്ള നീണ്ട കാലയളവിൽ ഗ്രേസ് പീരീഡ് അനുവദിച്ചു. പ്രസ്തുത ഗ്രേസ് പീരീഡ് ആനുകൂല്യം വഴി 10,000-ങ്ങളാണ് രേഖകൾ ശരിയാക്കി പുതിയ ജോലികൾ നേടിയത്. തൊഴിലാളി സംരക്ഷണത്തിനായി റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഏജൻസികൾക്കെതിരെ നിരന്തരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. തൊഴിലാളി സംരക്ഷണ പ്രക്രിയകൾ ഖത്തറിൽ കാലാനുസൃതമായി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തൊഴിലാളി സംരക്ഷണ നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും വിവരിച്ച് ധാരാളം ശില്പശാലകളും സോഷ്യൽ മീഡിയ വഴിയും അച്ചടി മാധ്യമങ്ങൾ വഴിയും ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു.